ഹലോ, ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി ഇവിടെ നമ്മൾ ലേഡീസ് മാത്രം ഒന്ന് പുറത്ത് ഇറങ്ങിയടിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഇത്ര വരെ ആ പ്ലെയിൻ ആയിരുന്നില്ല. ഇന്നായിരുന്നു ആ ദിവസം. അങ്ങനെ നമ്മൾ മാത്രം കുട്ടികളെയോ ഭർത്താക്കന്മാരെയോ ആരെയും കൂട്ടാതെ നമ്മൾ മാത്രം ഒന്ന് ചില്ല് ഔട്ടാക്കാൻ വേണ്ടി പുറത്തേക്ക് കറങ്ങാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഊബറൊന്നും വിളിച്ചില്ല, റിക്ഷയിൽ പോകാൻ വിചാരിച്ചിട്ടായിരുന്നു ആസ്വദിച്ചു. പിന്നെ അധികം ദൂരമൊന്നുമില്ല, നമ്മൾ ഇവിടെ ഒരു മാളിൽ പോകുന്നു. 1.5 മണിക്കൂറിൻ്റെ ദൂരമുള്ളൂ. അങ്ങനെ നമ്മൾ മാളിൽ കാല് കുത്തി ഗൈസ്. ഇതാണ് കേട്ടോ ഈ റിക്ഷ. ഇവിടെ എല്ലാവരും ഇതിലെ പോലെ. അങ്ങനെ നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. പോകാം. ഇന്ന് വലിയ തിരക്കുണ്ടായില്ല, കാരണം വീക്കെൻഡ്സ് ഒന്നല്ല, ഇന്നൊരു വെനസ്ഡേ അല്ലേ. അപ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഇങ്ങനെയില്ല കുറേ ബണ്ണ് കണ്ടത്. ഇതെല്ലാം ക്രോസൻ്റ് നാട്ടെ, അതിൻ്റെ പേര് വലിയ 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 ബൺസ്. പിന്നെ കേക്കിൻ്റെ പേസ്ട്രീസിൻ്റെ കുറേ ഡിസ്പ്ലേയിലുണ്ടായിനി. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒരു കേക്ക് ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഒരുപാട് നമ്മളെ മേക്കപ്പ് സാധനങ്ങളുടെ ഷോപ്സ് ഉണ്ടായിനി. പിന്നെ ഫർണിച്ചർ ഷോപ്സ് ഉണ്ടായിനി. കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. പിന്നെ ദീപാവലിക്ക് ഒരു ഗണപതിൻ്റെ വലിയ സ്റ്റാച്ചു അല്ലെങ്കിൽ ടാബ്ലോ അവിടെ വെച്ചിട്ടുണ്ടായിനി. ദീപാവലി കഴിഞ്ഞു, പക്ഷേ അതെടുത്ത് മാറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. നമ്മളെല്ലാവരും ഫോട്ടോ എടുത്തു അവിടെ നിന്നിട്ട്. നല്ല ഭംഗിയുള്ളൊരു ഗണപതിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മൾ കറങ്ങി അടിക്കാൻ പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് നമ്മൾ കാര്യമായിട്ട് വന്നത് ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് വെറുതെ നടന്ന് കറങ്ങി കുറച്ച് നേരം വായി നോക്കിയിരിക്കാനാണ്. എപ്പോഴും ലൈഫിലെന്നാൽ വേറെ ഒന്നുമില്ല, വീട് പണി കുട്ടികളെ നോക്കലല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വിചാരിച്ച് നമ്മൾ മാത്രം ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഇവിടെ പാന്തലോൺസ് കയറിയിട്ടുണ്ടെങ്കിൽ പാന്തലോൺസ് സാധനങ്ങളൊന്നും ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. ബാഗ്സ് എന്തായാലും ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ കുറേ വിൻ്റർ ഡ്രസ്സ് വന്നിട്ടുണ്ടായി. ഇപ്പോൾ വിൻ്റർ സീസൺ ആയില്ലേ, അപ്പോൾ എല്ലാം വിൻ്ററിൻ്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര പൈസയാണ്. പക്ഷെ പറയാ വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റി തുണിയാണ് കേട്ടോ. ഈ ഒരു ജാക്കറ്റിന് 5799 പക്ഷേ ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി, നല്ല മെറ്റീരിയലാണ്. പിന്നെ അവിടെ തന്നെ ഒരു ഇഷ്ടം പോലെ സാൻഡൽസിൻ്റെ സെക്ഷൻ ഉണ്ടായി. ഷൂസ്, സാൻഡൽസ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ ജാസിൻ്റെ കുറേ ഇയറിങ്സ് ഉണ്ടായി. ഇയറിങ്സ് കളക്ഷൻ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. കണ്ട് നമ്മൾ വാങ്ങിയപ്പോൾ ഇയറിങ്സ് മാത്രമല്ല, കീ ചെയിൻസ്, മാല, അങ്ങനെയുള്ള പെൻഡൻസ് ഇഷ്ടം പോലെ ഓരോ സാധനങ്ങളുണ്ടായിനി. എല്ലാം ജാസിൻ്റെയാണ്, പക്ഷെ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. എല്ലാത്തിനും ഒരു 500 എബോവ് ആണ് എല്ലാ സാധനവും. ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു, എങ്ങനെയുണ്ട്, ഇട്ടിട്ട് കാണാൻ രസമുണ്ടോ എന്നൊക്കെ നോക്കി. അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ ഒരുപാട് സ്റ്റഡ്സും ഒന്നും പറയാനില്ല, അത്രയും ഉണ്ടായിന്. പിന്നെ കുറേ ഷോൾസ് വന്നിട്ടുണ്ടായിന്. പിന്നെ നോർമൽ വെയേഴ്സും ഉണ്ട് കേട്ടോ. ഇതൊരു ജംപ് സ്യൂട്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ ബ്ലാക്ക് അതിൻ്റെ നെക്കിൻ്റെ വർക്ക് നോക്കിയേ. പിന്നെ എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. അങ്ങനെ നമ്മൾ പാന്തലോൺസിൽ നിന്ന് ഇറങ്ങുന്ന ട്രെൻഡ്സ് കയറി. ട്രെൻഡ്സൊന്നും കുറേ ഒന്നും വാങ്ങിയൊന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ കറങ്ങി നടന്ന് പിന്നെ നമ്മൾ മുകളിലേക്ക് പോയി. പിന്നെ KFC കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെനസ്ഡേ ആയതുകൊണ്ട് ഇവിടെ KFCക്ക് ഓഫർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു വലിയ ബക്കറ്റിന് ഒരു 800ൻ്റെ ബക്കറ്റ് നമുക്കൊരു 400ന് കിട്ടി. പിന്നെ നമ്മൾ മൊജീറ്റോ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് KFC എല്ലാം കഴിച്ച്. പിന്നെയും നമ്മൾ കുറേ സമയം കഴിച്ച് കഴിഞ്ഞിട്ടും വെറുതെ കുറേ സമയം ഇരുന്നു കേട്ടോ. എന്തെല്ലോ വർത്താനം പറയുന്നത് തിരക്കുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഒരു സീറ്റ് പോലും കിട്ടില്ല. അങ്ങനെ KFCനെ നമ്മൾ കടിച്ച് പറിച്ച് തിന്നു കഴിച്ച്. ഇത് സാധനം കഴിഞ്ഞ സങ്കടമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു ബിഗ് ബസാറിൽ പോയിട്ടാ. ബിഗ് ബസാറിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിനി. പക്ഷെ നമ്മൾ ടെഡി ബിയറിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് എന്ത് ഭംഗിയിൽ ടെഡീസാണെന്നറിയാം. പിന്നെ ഇഷ്ടം പോലെ ഷോപ്പീസ് ഉണ്ടായിനി, ഡിന്നർ സെറ്റ്സ് ഉണ്ടായിനി. അതിൽ എനിക്ക് ഷോപ്പീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബുദ്ധനാണ് കേട്ടോ. ഭയങ്കര ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേറെയും കുറേ ഷോപ്പീസ് ഉണ്ടായിനി. പിന്നെ അവിടെ H&M അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ടായിനി ഡ്രസ്സിൻ്റെ. നമ്മൾ പറ്റാവുന്നതിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ നമ്മൾ കുറേ മെയിനായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനാണ് കേട്ടോ പോയത്. പിന്നെ നമ്മൾ റോസ് ഗോൾഡിൻ്റെ ഒരു വലിയ ഈ കമ്മലിൻ്റെ സെക്ഷൻ ഉണ്ടായിട്ടാ. പിന്നെ കുറേ ലേറ്റ്, നമ്മളവിടെ ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഊബറൊന്നും ഭയങ്കര ട്രാഫിക് കാണിച്ചു മാപ്പിൽ. അവിടെ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. ഒരു അരമണിക്കൂർ നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് നിങ്ങൾ ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇന്ന് വളരെ എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകണം, അപ്പോൾ തന്നെ നമ്മൾ മൈൻഡൊന്ന് റിഫ്രഷ് ആകും. അപ്പോൾ ഇങ്ങനെയില്ലേ പിക്നിക്സും ഔട്ടിങ്സും എല്ലാം ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ വീട്ടമ്മമാർക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ വ്യൂസ് എല്ലാം അടിപൊളി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോയുമായി ഇനി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ ഗായ്സ്.